ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. നയന വന്നതിൻ്റെ ദേഷ്യം ജാനകിക്ക് വലുതായിട്ടുണ്ട്. ജാനകി പറയുന്നുണ്ട്, നീ ഇങ്ങോട്ട് വന്ന് കയറിയെന്ന് വിചാരിച്ച് എൻ്റെ മോളെ ശല്യപ്പെടുത്താനോ അവളെ ഭരിക്കാനോ ഒന്നും വന്നേക്കരുത് എന്ന് എൻ്റെ സ്വഭാവം നീ അറിയുമെന്നൊക്കെ പറയും. ഉടനെ അനാമിക എന്ന് ദേവയാനിയുടെ കൈ പിടിച്ച് പറയുന്നുണ്ട്, വല്യമ്മേ, ഇവളുടെ വീട്ടിൽ ചെന്നപ്പോൾ ഇവളെ ഒന്ന് പിടിച്ച് ചെറുതായിട്ടൊന്ന് തള്ളിയെന്ന് പറഞ്ഞ് ഇവളുടെ അനിയത്തി എന്നെ എന്തോരം തല്ലിയെന്നറിയാവോ എന്നൊക്കെ. അപ്പോൾ ദേവയാനി മനസ്സിലോർക്കുന്നുണ്ട്, എനിക്ക് കരൾ തന്ന എൻ്റെ മരുമോളെ പിടിച്ച് നീ തള്ളിയെങ്കിൽ പിന്നെ അവിടെ അനിയത്തി നിന്നെ തല്ലുകല്ലാതെ പിടിച്ച് ഉമ്മ വെക്കണോടിയെന്ന്. അത് കേൾക്കുന്ന അനി ഉടനെ പറയും, അങ്ങനെ ഒരു തല്ല് നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ അതിന് അർഹതപ്പെട്ടവളാണ്. എന്തായാലും അവൾ ചെയ്തതിനും മോളോട് ഞാൻ ക്ഷമ പറയുന്നെന്ന് പറഞ്ഞ് ദേവയാനി സന്തോഷത്തോടെ അനാമിയെ കയ്യിലൊക്കെ പിടിക്കുന്നുണ്ട്. ജലജ ഉടനെ പറയും, എന്തൊരു തല്ലായിരുന്നു അവൾ തല്ലിയത്, ചെറുതായിട്ടൊന്ന് തള്ളിയെന്ന് പറഞ്ഞ് ഇങ്ങനെ തല്ലേണ്ട ആവശ്യമുണ്ടോ, ഇതിത്തിരി കൂടിപ്പോയായിരുന്നു. എന്നിട്ട് നയനെ നോക്കി പറയും, എന്തായാലും ഏട്ടത്തി നിന്നെ വന്ന് വിളിച്ചല്ലോ, നിൻ്റെ ഭാഗം ജയിക്കുകയും ചെയ്തു, ഇനിയിപ്പോൾ നീ വലതുകാലം വെച്ച് കയറി അങ്ങ് പൊക്കോളാൻ പറയും. അത് കേൾക്കുമ്പോഴത്തേനും നയനെ അങ്ങ് മിണ്ടാതെ അങ്ങ് നിൽക്കുന്നുണ്ട്. ഉടനെ ദേവയാനി പറയും, ആദർശിൻ്റെ വിഷമം കണ്ടിട്ടാണ് ഞാൻ ഇവളെ വിളിച്ചുകൊണ്ട് വന്നത്, അത് കാരണം ഇവളിവിടെ വേണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഇവൾ കയറിപ്പോട്ടെന്ന് പറയും. എന്നിട്ട് നയനോട് പറയും, നീ അകത്തോട്ട് കയറിപ്പോകാൻ പറയും. നയനെ അങ്ങ് അകത്തേക്ക് കയറിപ്പോവും. അന്നേരം അനാമിക പറയുന്നുണ്ട്, ഞാൻ ഇന്ന് വന്ന ദിവസം തന്നെ വല്യമ്മ അവളെ വിളിച്ചുകൊണ്ട് വന്നത് എനിക്ക് വലിയൊരു തിരിച്ചടിയായിപ്പോയെന്ന്. അതൊന്നും മോളിനി ശ്രദ്ധിക്കണ്ട. എന്തായാലും ഇവിടെ എല്ലാവരും അവൾ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു, അത് കാരണമാണ് ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വന്നതെന്ന് പറയും. ആദർശ് മുറിയിലിരിക്കുന്ന സമയത്ത് നയനെ അങ്ങോട്ട് ചെന്നിട്ട് പറയും, ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ എന്ന്. അപ്പോൾ ആദർശ് നോക്കുമ്പോഴത്തേന് നയനെ വാതിക്കെ നിൽക്കുന്നു. സന്തോഷവും അത്ഭുതവും എല്ലാം ഉണ്ടാകുന്നുണ്ട് ആദർശിന്. എന്നിട്ട് ആദർശ് ചോദിക്കും, നീ എങ്ങനെ വന്നു, ആരാ വന്ന് നിന്നെ വിളിച്ചുകൊണ്ട് വന്നെന്ന്. എന്നെ വന്ന് വിളിക്കാമെന്ന് പറഞ്ഞ ആൾ തന്നെയാണ് വിളിച്ചുകൊണ്ട് വന്നത്, ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഒരാൾ വന്ന് എന്നെ വിളിച്ചെന്ന് പറയും. ആരാ, മുത്തശ്ശനാണോ അതോ അച്ഛനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല, എന്നെ ഇവിടുന്നായിട്ട് വരണ്ട എന്ന് പറഞ്ഞ് വിലക്കിയതാരാണോ അവർ തന്നെ എന്നെ വന്ന് വിളിച്ചെന്ന് പറയും. അമ്മയാണോ എന്ന് ചോദിക്കും. അതെ, അമ്മ വന്ന് എന്നെ വിളിച്ചെന്ന് പറയും. അമ്മ നിന്നെ വന്ന് വിളിക്കുമെന്ന് എന്നോട് പറഞ്ഞു പോലും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആദർശ് സന്തോഷത്തോടെ നയനയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. എന്തായാലും മല ചവിട്ടിയത് വെറുതെ ആയില്ലല്ലേ എന്ന് ആദർശ് പറയുമ്പോൾ നയന പറയും, അതെ, മല ചവിട്ടിയെ ഭഗവാൻ അനുഗ്രഹിച്ചത് കൊണ്ടാണ് നമുക്കിങ്ങനെ വീണ്ടും ഇവിടെ വന്ന് ജീവിക്കാൻ പറ്റുന്നതെന്നൊക്കെ നയനയും പറയും. എന്തായാലും അമ്മ നിന്നെ വിളിച്ചുകൊണ്ട് വന്നത് എനിക്ക് ഒരുപാട് സന്തോഷമായി, നിന്നെ ഞാൻ ഇനി ഇവിടുന്ന് ഒരിടത്തോട്ടും വിടത്തില്ല, ഇനി ഇവിടുന്ന് വിടാനേ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നയന പറയും, ഞാൻ ഇനി ഇവിടുന്ന് പോകത്തേ ഇല്ലെന്ന് പറയും. പിന്നെ ഞാൻ വന്നത് അറിയാതെ 2-3 പേരോടുണ്ട്, അവരെ ഞാനൊന്ന് എന്ന് ഞെട്ടിക്കട്ടെന്ന് പറഞ്ഞ് നയന ആദർശിൻ്റെ അടുത്തുനിന്ന് പോകും. അപ്പോൾ ആദർശ് സന്തോഷവും ആശ്വാസവും എല്ലാം കൂടെ കൂടി ഒരു ചിരിയൊക്കെ ചിരിച്ചിരിക്കുന്നുണ്ട്. നയന ചെല്ലുമ്പോഴത്തേന് മുത്തശ്ശനും മുത്തശ്ശിയും ഗുളികയൊക്കെ എടുത്ത് കഴിക്കുകയാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനി എത്ര നാളിത് കഴിക്കണോ, മടുത്തെന്ന്. എന്തായാലും അസുഖം മാറിയല്ലോ, ഇനി ഇത് കഴിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കും. അസുഖം മാറിയെന്ന് പറഞ്ഞാലും ഗുളിക നിർത്തണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പോൾ നയനെ അങ്ങോട്ട് വന്നിട്ട് പറയും, ഇനി മുതൽ ഇതൊക്കെ ഞാനെടുത്ത് തന്നാൽ മതിയോ എന്ന്. നയനെ കാണുമ്പോൾ 2 പേർക്ക് സന്തോഷമാകുന്നുണ്ട്. മോളെപ്പോഴാണ് വന്നേ, എങ്ങനെ വന്നു, ഇത് സ്വപ്നമാണോ ഞങ്ങൾ കാണുന്നതെന്നൊക്കെ ചോദിക്കും. ഉടനെ നയന പറയും, 2 പേരുടെ എന്തായാലും ഒരു സ്വപ്നം കാണത്തില്ലല്ലോ, അതുകൊണ്ട് ഇത് സത്യം തന്നെയാണെന്ന് പറയും. മോളെ ആരാ, ആദർശാണോ വിളിച്ചുകൊണ്ട് വന്നത്, അത് ജയനാണോ എന്ന് ചോദിക്കും. അല്ല, അമ്മയാണ് വന്ന് വിളിച്ചുകൊണ്ട് വന്ന് പറയും. ഓ, അമ്മ വന്ന് വിളിച്ചോ. അമ്മ കഴിഞ്ഞ ദിവസം കുറേ ദിവസമായിട്ട് കരൾ തന്ന പെൺകുട്ടിയെ തപ്പി നടക്കുകയായിരുന്നു, അതിനിടെ നയനെ വന്ന് വിളിച്ചുകൊണ്ട് വരുമെന്ന് ഞങ്ങൾ വിചാരിച്ചേ ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശി. കുറച്ച് ദിവസം കൂടെ മോളെ ആരും വിളിച്ചുകൊണ്ട് വരുന്നില്ലെന്ന് തോന്നുകയായിരുന്നെങ്കിൽ ഞാൻ വന്ന് വിളിക്കാനിരിക്കുകയായിരുന്നെന്ന് മുത്തശ്ശൻ പറയും. അപ്പം നയന സങ്കടത്തോടെ പറയുന്നുണ്ട്, അങ്ങനെ വിളിച്ചാലും ഞാൻ വരത്തില്ലായിരുന്നു മുത്തശ്ശ, അമ്മ വന്ന് വിളിച്ചാലേ ഞാൻ വരത്തുള്ളൂ, അമ്മ വിളിക്കാതെ വന്നാൽ ഇവിടെ എൻ്റെ ജീവിതം വളരെ ദുരിതമായിരിക്കും, അതുകൊണ്ടാണ് ഞാനങ്ങനെ നിർബന്ധം പിടിച്ചതെന്ന് പറയും. അന്നേരം മുത്തശ്ശി പറയും, വന്നെന്ന് വിചാരിച്ച് പെട്ടെന്ന് അടുക്കളയിലൊന്നും കയറരുത് കേട്ടോ, ആഹാരം ഉണ്ടാക്കാനും പണികൾ ചെയ്യാനൊന്നും ചെയ്യരുതെന്ന് പറയും. അന്നേരത്തേന് നയന പറയും, എൻ്റെ ആരോഗ്യമൊക്കെ ശരിയായി, ഇനിയിപ്പോൾ എനിക്ക് പണിയൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്ന് പറയും. അതൊന്നും വേണ്ട, മോൾ അവിടെ റെസ്റ്റ് എടുത്തിരുന്നാൽ മതി, മോൾ വന്നു കഴിയുമ്പോഴത്തേന് അടുക്കള കയറിക്കോളൂല്ലോ എന്നുള്ള വിചാരം ഇവിടെ കുറേ പേർക്കുണ്ട്, അതൊന്നും വേണ്ട, ജാനകിയും ജലജയൊക്കെ ഉണ്ടാക്കി തന്നോളൂ എല്ലാവർക്കും, അതുകൊണ്ട് ചെയ്തേക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി മോൾ കുറച്ചുകൂടെ ബോൾഡായിട്ട് നിൽക്കണം, അമ്മായിമ്മയുടെ അടുത്താണെങ്കിലും ഒത്തിരി താന്ന് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന്
മുത്തശ്ശനും നയനെ ഉപദേശിക്കുന്നുണ്ട്. അപ്പം നയന പറയും, ഞാൻ നോക്കാം മുത്തശ്ശ, ഇനിയിപ്പോൾ ഞാൻ വന്നതറിയാത്തത് എൻ്റെ ചേച്ചി മാത്രമാണ്, ഞാൻ ചേച്ചി ഒന്ന് പോയി കണ്ടേച്ച് വരാമെന്ന് പറഞ്ഞ് നയനെ അങ്ങ് പോകും. ദേവയാനി ഒറ്റയ്ക്ക് റൂമിലിരിക്കുന്ന സമയത്ത് നയനയെ കൊണ്ടുവന്നതിൻ്റെ കാര്യമൊക്കെ ഓർത്ത് ചിരിക്കുന്നുണ്ട്. ആ സമയത്താണ് ആദർശ് അങ്ങോട്ട് കയറി വരുന്നത്. ആദർശിനെ കാണുന്ന ഉടനെ ദേവയാനി മുഖഭാവമൊക്കെ മാറ്റും. എന്നിട്ട് ചോദിക്കും, അമ്മയെന്ന് ആദർശ് വിളിക്കുന്ന ഉടനെ എന്താ കാര്യമെന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടുള്ള പരുവത്തിൽ ദേവയാനി ചോദിക്കുന്നുണ്ട്. അമ്മ ആർക്ക് വേണ്ടിയാണെങ്കിൽ പോലും നയനെ ഇപ്പം ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത് നന്നായി എന്ന് പറയുന്നുണ്ട്. അന്നേരം ആദർശിൻ്റെ മുഖത്തെ സന്തോഷമൊക്കെ കാണുമ്പോൾ ദേവയാനിക്ക് ചിരി വരുന്നുണ്ടെങ്കിലും ദേവയാനി ചിരിയൊക്കെ മാറ്റി വെച്ച് പറയുന്നുണ്ട്. എന്താ എന്നിട്ട് നിനക്ക് സന്തോഷമായോ എന്ന് ചോദിക്കും. എനിക്കങ്ങനെയൊന്നും ഇല്ലമ്മേ എന്നൊക്കെ പറയുന്ന ഉടനെ ദേവയാനി പറയും, നീ രാത്രി മുഴുവൻ ഉറങ്ങാതെ നടക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നിനക്ക് ഒന്നാമതേ വയ്യാഴിയൊക്കെ ഉള്ളതല്ലേ, അപ്പം നിനക്കൊരു കൂട്ട് വേണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ. പിന്നെ നിനക്ക് താല്പര്യമില്ലെങ്കിൽ വേണേൽ അവളെ തിരിച്ചു കൊണ്ട് വിട്ടേക്കാന്ന്. അത് പിന്നെ വേണ്ടമ്മേ എന്നുള്ള പരുവത്തിൽ ആദർശ് സംസാരിക്കുന്നുണ്ട്. മുത്തച്ഛനാണെങ്കിൽ എപ്പോഴും പറയുമായിരുന്നു നയനെ വിളിച്ചുകൊണ്ട് വരണമെന്ന്. നയന ഇല്ലാത്തതുകൊണ്ടായിരിക്കും മുത്തച്ഛൻ്റെ അസുഖം പോലും കുറയാഞ്ഞത് എന്നൊക്കെ ആദർശ് പറയുന്ന ഉടനെ ദേവയാനി ഒരു ഇനി അത് പറഞ്ഞാൽ മതിയല്ലോ, നിനക്ക് നിൻ്റെ ഭാര്യയെ ഞാൻ വിളിച്ചുകൊണ്ട് വരണമെന്നും അവളെ മുമ്പിൽ തല താഴ്ത്തണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ, അതെല്ലാം ഞാനങ്ങ് സാധിച്ചു കൊടുത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ ആദർശ് പറയാം, അങ്ങനെയൊന്നും ഇല്ലമ്മേ, പിന്നെ അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ആരും എന്ന് പറയും. എന്നോട് അങ്ങനെയൊന്നും പറയണ്ട, നിനക്കിപ്പോൾ ഏറ്റവും വലുത് ആരാണെന്നൊക്കെ ഈ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം, പിന്നെ എൻ്റെ മുമ്പിൽ അഭിനയിക്കുമൊന്നും വേണ്ട എന്നൊക്കെ പറയും. എൻ്റെയും ജയേട്ടൻ്റെയും വിവാഹശേഷം ഈ റൂമിൽ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നയനയുടെ പേരും പറഞ്ഞാണ് എല്ലാവരും അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാനായിട്ട് ഈ വീട്ടിലുള്ള എല്ലാവരുടെയും സമാധാനം കെടുത്തണ്ട എന്ന് വിചാരിച്ച് തന്നെ അവളെ വിളിച്ചുകൊണ്ട് വന്നെന്ന് പറയും. ആദർശിൻ്റെ വെപ്രാളമൊക്കെ കാണുമ്പോഴത്തേന് ദേവയാനിക്ക് ശരിക്കും ചിരി വരുന്നുണ്ട്. നീ എന്നെ കുറേ കളിപ്പിച്ചതല്ലേ, ഇനി നിന്നെ ഞാൻ കുറേ കളിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലിങ്ങനെ ദേവയാനി പറയുന്നുണ്ട്. ഞാൻ അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നെന്ന് പറഞ്ഞ് അവളോട് അടങ്ങി ഒതുങ്ങിയൊക്കെ ഇവിടെ നിന്നോളാൻ പറ, പിന്നെ ഞാനായിട്ട് അവളെ ഇനി ഇവിടുന്ന് പറഞ്ഞു വിടത്തൊന്നുമില്ല, ഇനി അതിനുള്ള പരിപാടിയൊന്നും അവൾ ഒപ്പിക്കരുതെന്ന് പറഞ്ഞേക്കണമെന്ന് പറയും. അമ്മ അവളെ മനസ്സിലാക്കാഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരിക്കലും ഇവളെ ഇങ്ങനെ പറയത്തില്ലായിരുന്നു, അത് ഏതെങ്കിലും കാലത്ത് അമ്മയ്ക്കത് മനസ്സിലാകുകയും ചെയ്യുമെന്ന് പറഞ്ഞ് ആദർശ് അങ്ങ് പോവും. അപ്പം ദേവയാനി മനസ്സിലോർക്കുന്നുണ്ട്, ഞാൻ എൻ്റെ മരുമകളെ ശരിക്കും മനസ്സിലാക്കി മോനെ, ഇനി അവൾ എനിക്ക് മരുമകളല്ല, പെൺമക്കളില്ലാതിരുന്ന എനിക്ക് വന്ന മകളാണ് അവളെന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുന്ന ദേവയാനിയെ കാണിക്കുന്നുണ്ട്. അഭി എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജലജ അങ്ങോട്ട് കയറി ചെല്ലുന്നത്. നീ ഇങ്ങനെ കസരത്തും കാണിച്ചിരുന്നു, അത് കണ്ടില്ലേ, ഇന്ന് ഈ വീട്ടിൽ ഒരിക്കലും നമ്മൾ വരരുതെന്ന് ആഗ്രഹിച്ചിരുന്നു അവൾ തിരിച്ചു വന്നെന്ന് പറയും. അതാരാന്ന് ചോദിക്കും. നയനയാണെന്ന് പറയും. അവൾ അമ്മായി ചെന്ന് വിളിച്ചാലല്ലേ തിരിച്ചു വരത്തുള്ളൂ പറഞ്ഞ്, എന്നിട്ട് എങ്ങനെ വന്നെന്ന് ചോദിക്കും. അത് തന്നെയാണ് സംഭവിച്ചത്, ഏട്ടത്തി തന്നെയെന്ന് അവളെ വിളിച്ചുകൊണ്ട് വന്നു, ഏട്ടത്തി അവളുടെ മുമ്പിൽ കുനിഞ്ഞു കൊടുത്ത കാരണം ഇനി അവൾ ഇവിടെ ശരിക്കും എല്ലാവരെയും ഭരിക്കും, അല്ലേ തന്നെ അച്ഛനും അമ്മയും സ്വത്ത് മുഴുവൻ നയനയുടെയും ആദർശിൻ്റെയും പേരിൽ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുക, അതിൻ്റെ കൂട്ടത്തിൽ അവളിപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ജലജയ്ക്ക് അങ്ങ് നിൽക്കാൻ പറ്റാത്ത ദേഷ്യമാണ്. അനാമികയും വന്നിട്ടുണ്ട് എന്ന് പറയും. എന്നാൽ അവളെ ഒന്ന് ശരിക്കും തിളപ്പിക്കണം അമ്മയെന്ന് പറയും. അവളെ തിളപ്പിച്ച് നമ്മൾ അവസാനം ചൂടുവെള്ളത്തിൽ വീഴാതിരുന്നാൽ മതി എന്നൊക്കെ ജലജ അഭിയോട് പറയുന്നുണ്ട്. എന്നാലും ഇതെങ്ങനെ സംഭവിച്ചെന്ന് അഭിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അതൊക്കെ സംഭവിച്ചു, സത്യമാണെന്നുള്ള കാര്യം ഉറപ്പല്ലേ എന്നൊക്കെ ജലജ പറയും. അതിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ ആദർശിനാണ് നയനെന്ന് പറഞ്ഞ ജീവന, അതോടെ ആയപ്പോഴത്തേന് ഇനി നമുക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനം ഇല്ലാതായി പോകുന്ന ലക്ഷണമാണ് കാണുന്നതെന്നൊക്കെ പറഞ്ഞ് ജലജ അങ്ങ് ഇറങ്ങിപ്പോവും. ജയൻ ആദർശിനോട് പറയുന്നുണ്ട്, ഇനി നയനയാണ് ദേവയാനിക്ക് കരൾ കൊടുത്തതെന്ന് എങ്ങനെയോ അവൾ അറിഞ്ഞു കാണുമോ എന്ന്. അത് അറിഞ്ഞു കാണത്തില്ല എന്നാ തോന്നുന്നെന്ന് ആദർശ് പറയും. അല്ല, അവൾ കുറേ ദിവസമായിട്ട് കരൾ തന്ന പെൺകുട്ടി ആരാണെന്ന് അറിയാനുള്ള ഓട്ടത്തിലായിരുന്നല്ലോ, അങ്ങനെ വല്ലതും അറിഞ്ഞു കാണുമോ എന്ന് ചോദിക്കും. അങ്ങനെ വല്ലതും അറിഞ്ഞിരുന്നെങ്കിൽ അമ്മ നമ്മളോട് ഇങ്ങനെ ആയിരിക്കില്ലല്ലോ പ്രതികരിക്കുന്നത്, നയനയോടും ദേഷ്യവായനെ നമ്മളോടും ദേഷ്യവായനെ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ദേവയാനി അങ്ങോട്ട് വരുമ്പോൾ കേട്ടോണ്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ അമ്മയെ പറ്റിച്ചെന്ന് പറഞ്ഞ് അമ്മ നമ്മുടെ നേരെ വഴക്കിനൊക്കെ വരത്തില്ലായിരുന്നു, ഇപ്പോൾ അതൊന്നും അറിഞ്ഞിട്ടില്ലെന്നാ തോന്നുന്നത് എന്ന് ആദർശ് പറയുന്ന സമയത്താണ് ദേവയാനി അങ്ങോട്ട് ഇറങ്ങി വരും. അതേ അമ്മ വരുന്നുണ്ട് അച്ഛാന്ന് പറയും. ദേവയാനി ഉടനെ പറയും, എന്തായാലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഞാൻ സാധിച്ചു തന്നു, അവളെ
ആളെ വിളിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങളെല്ലാവരും എൻ്റെ ആഗ്രഹം സാധിച്ചു തരണമെന്ന് പറയും. നിനക്ക് എന്താ ആഗ്രഹമെന്ന് ജയൻ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ എനിക്ക് കരൾ തന്ന പെൺകുട്ടിയെ എനിക്ക് കാണിച്ചു തരണമെന്ന് പറയും. ഉടനെ ആദർശ് പറയുന്നുണ്ട്, അമ്മയെ അവരൊരു യാത്രയിലല്ലായിരുന്നോ, അവളുടെ ഭർത്താവിൻ്റെ ജോലി സ്ഥലത്തേക്ക് എങ്ങാണ്ട് പോയതാ അവരെന്ന് പറയും. നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ നേരത്തെ പറഞ്ഞത് എന്ന് ചോദിക്കും. അത് അന്നേരം അങ്ങനല്ല, ഞാൻ പിന്നെ തിരക്കിയപ്പോഴാണ് അറിഞ്ഞത് അവർ രണ്ടുപേരും ജോലി സ്ഥലത്താണ്, ഇനി കുറച്ച് നാൾ കഴിഞ്ഞേ വരത്തുള്ളൂ എന്ന് പറയും. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞ് വരുമ്പോൾ എന്നെ കാണിക്കണം, അല്ലെ അവരുടെ വീടെങ്കിലും കാണിച്ചു തരാമോ എന്ന് ചോദിക്കും. ഉടനെ ജയൻ ചോദിക്കുന്നുണ്ട്, വീട് കണ്ടിട്ട് എന്നത്തിനാ ദേവയാനി, ഇനി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, നീ നിൻ്റെ ആരോഗ്യമൊക്കെ നോക്കണമെന്ന് പറയും. നിനക്ക് യാത്രയൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന്. എന്നാൽ നമുക്ക് ഫ്ലൈറ്റിന് പോകാമെന്ന് പറയും. ഈ സമയത്ത് ഫ്ലൈറ്റിലൊന്നും യാത്ര ചെയ്യാനേ പാടില്ല എന്ന് പറഞ്ഞ് ജയൻ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. അന്നേരമൊക്കെ ദേവയാനി മനസ്സിൽ ഓർത്ത് ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നെ രണ്ടുപേരും കൂടി എടുത്ത് ഒത്തിരി പ്രാവശ്യം വട്ടം കറക്കിയില്ലേ, ഇനി ഞാൻ നിങ്ങളെ ഒന്ന് വട്ടം കറക്കാമെന്ന് മനസ്സിലോർക്കും. എന്നിട്ട് ആദർശനോട് പറയും, ഞാൻ നയനെ വിളിച്ചുകൊണ്ട് വന്നെന്ന് പറഞ്ഞ് അവളോടുള്ള അമർഷമൊന്നും എൻ്റെ പോയിട്ടൊന്നുമില്ല, പിന്നെ അവളോട് അടങ്ങി ഒതുങ്ങിയൊക്കെ ഇവിടെ നിന്നോളാൻ പറയണം, ഞാൻ പറയുന്ന പോലൊക്കെ തന്നെ ജീവിച്ചില്ലെങ്കിൽ ഞാൻ അവളെ തിരിച്ചു കൊണ്ട് വീട്ടിൽ വിടുമെന്ന് പറഞ്ഞേക്കണമെന്നൊക്കെ പറയുമ്പോഴത്തേന് ആദർശിന് അങ്ങ് സങ്കടം വരുന്നുണ്ട്. അന്നേരം ആദർശിൻ്റെ ആ സങ്കടത്തോടുള്ള നിപ്പും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.